ഞാനുണ്ടല്ലോ സന്തോഷ് ത്രിവിക്രമൻ എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത്ര യങ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അച്ഛന്റെ പേരാ പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. ഇതിനു മുന്നേ ചെയ്യുന്ന പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് പുതിയ ഒരു കഥാപാത്രം ചെയ്യുമ്പോഴേക്കും അവരുടെ ഒരു ക്യാരക്ടർ ഇതിൽ വരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെ ശ്രദ്ധിക്കും? എന്തായാലും ഈ മുഖം വെച്ചല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിലും ഒരേ മുഖം തന്നെയാണല്ലോ. എന്താ ഉറക്കം വരുന്നു. ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാനാ. നമ്മളൊക്കെ ഇന്റർവ്യൂസിൽ കാണുന്ന ബൈചേട്ടന ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തഗ്ഗു മറുപടി പറയുന്നത്. ആങ്കേഴ്സിന് പേടിയാണ് ആക്ച്വലി ബൈചേട്ടന്റെ മുമ്പിൽ ഇരിക്കാൻ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബൈചേട്ടന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്ന സ്റ്റാർട്ട് ചെയ്തില്ലേ? ബിസിനസ് തുടങ്ങിയതിനാണ്, അത് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയല്ലേ. വടി കൊടുത്ത് അടി മേടിച്ചിട്ട് നിനക്ക് ഉറക്കം വരില്ലല്ലേ? 12 വയസ്സ് തൊട്ട് ഒരേ ഫേസ്. അതെങ്ങനെ അങ്ങനെ? 12 വയസ്സുള്ള ആള് ഭീഷ വെച്ചെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെന്താ ആ ഒരു സൗന്ദര്യത്തിന്റെ രഹസ്യം? കാരണം എന്റെ അച്ഛൻ്റെ അടുത്തൊക്കെ അമ്മയുടെ അടുത്തൊക്കെ പോയി ചോദിക്കേണ്ടി വരും. കോയിന്നുംകുട്ടി, നീ നന്നാവില്ല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഞാൻ പോകുന്നു. ബൈ ബൈ.